ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുലയിനകത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പത്തെ തിയറി പോർഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതിനകത്ത് ഈ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പേഴ്സണൽ മെയിൽ ID ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിലോ പറയാം. ഓക്കെ, പേഴ്സണൽ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്ററിനകത്തെ എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെറോൺസ് ഫോർമുല കാണാനുള്ള ഇക്വേഷനൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തിയറി പോർഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എക്സസൈസും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള ചാപ്റ്റർ അടുത്തത് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു കമൻറ്റ് സെക്ഷനിൽ പറയണമെന്ന്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾസ്, പോളിനോമിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരും നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിൻ്റെ നെയിം കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 1. എ ട്രാഫിക് സിഗ്നൽ ബോർഡ് indicating school ahead is an equilateral triangle with side A. Find the area of the signal board using Heron's formula. If its perimeter is 180 cm, what will be the area of the signal board? Okay, അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു സൈൻ ബോർഡ് ഉണ്ട്, സ്കൂൾ എഹെഡ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഈ സൈൻ ബോർഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഷേപ്പാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് A ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ അതെന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സൈഡ് A ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും, അതായത് 3 സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് A ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതും A ആയിരിക്കും, ഇതും A ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 3 സൈഡും A ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 180 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെരിമീറ്റർ 180 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3 സൈഡ്സും ആഡ് ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? 3A. ഓക്കെ, അത് 180 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് A കണ്ടുപിടിക്കാമല്ലോ, സൈഡ് കണ്ടുപിടിക്കാമല്ലോ. 180 ഡിവൈഡഡ് ബൈ 3, 60 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടി. ഒരു സൈഡ് 60 സെൻറ്റിമീറ്റർ ആണ്, ബാക്കി എല്ലാ സൈഡും അപ്പോൾ 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ A എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ, അത് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഏരിയ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to root of S into S minus A into S minus B into S minus C. ഇതാണ് ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ, ഹെറോൺസ് ഫോർമുല. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ S എന്ന് പറഞ്ഞത് എന്താണ്? S എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിമീറ്ററിൻ്റെ ഹാഫാണ്. ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആണ് S എന്ന് പറയുന്നത്. അപ്പോൾ S എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ബൈ 2 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 3A ആണ് അല്ലോ. പെരിമീറ്റർ 3A ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും S എന്ന് പറയുന്നത്. ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുന്നത് 3A ആണ്, അതിൻ്റെ ഹാഫ് ആയിരിക്കും S. ദെൻ 3A ബൈ 2. ഓക്കെ, S നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എസിൻ്റെ വാല്യൂം എയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷനകത്ത് നമ്മൾ A is equal to, ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. A is equal to S into S minus A into S minus Bക്ക് പകരം നമ്മൾ ഇവിടെ A തന്നെയാണ് കൊടുക്കേണ്ടത്, കാരണം ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, 3 സൈഡ്സും ഈക്വൽ ആണ്. S minus C. ഓക്കെ, അപ്പോൾ A B C അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് A എന്നാക്കണം, കാരണം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? റൂട്ട് ഓഫ് S into S minus A into S minus A into S minus A എന്ന് തന്നെ വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എസിൻ്റെ വാല്യൂ കൊടുക്കാം. എസിൻ്റെ വാല്യൂ എത്രയാണ്? 3A ബൈ 2 ആണ്. സോ നമ്മൾ റൂട്ട് ഓഫ് 3A by 2 into ഇനി ഇതിൻ്റെ ഉള്ളിൽ
3a/2 minus a into 3a/2 minus a into 3a/2 minus a. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എസ് നമ്മൾ 3a/2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. എസിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ 3a/2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3a/2 മൈനസ് എ അത് കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3a/2 മൈനസ് എ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 3a ഇൻറ്റു 1 3a മൈനസ് a ഇൻറ്റു 2 2a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a/2 അല്ലേ? 3a മൈനസ് 2a എന്ത് വരും? a വരും ബൈ 2. അപ്പോൾ a/2 എന്നാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം 3 ഇൻറ്റു a/2 അല്ലേ? 3a/2നെ നമുക്ക് 3 ഇൻറ്റു a/2 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് ഉണ്ട് കേട്ടോ. ദെൻ 3a/2 മൈനസ് എ, ആ ഒരു ടേമിനെ ഈ ഒരു ഇതിനെ മൊത്തത്തിൽ നമുക്ക് a/2 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ a/2 ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇൻറ്റു ഇവിടെയും a/2 വന്നു, ഇൻറ്റു ഇവിടെയും a/2 വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതാ a/2 ഇൻറ്റു a/2. അപ്പോൾ എന്താണ്? റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് a/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ട് 3 ഓൾറെഡി അവിടെ ഉണ്ട്. a/2 ഇൻറ്റു a/2. അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ a/2. ഓക്കെ, ഇനി ഇവിടെയും ഇത് a/2 ഇൻറ്റു a/2 ഉണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എഗെയിൻ a/2. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? a ഇൻറ്റു a സ്ക്വയർ 2 ഇൻറ്റു 2 4. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു a സ്ക്വയർ ബൈ 4. ഓക്കെ, അപ്പോൾ ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ, അതായത് ആ സൈൻ ബോർഡിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് 3 ഇൻറ്റു a സ്ക്വയർ ബൈ 4. അപ്പോൾ ഇനി നമുക്ക് ആ എക്ക് വാല്യൂ കൊടുക്കാം. നമ്മൾ എയുടെ വാല്യൂ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 60 ആണ്. ഓക്കെ, എയുടെ വാല്യൂ 60 ആണ്. സോ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു 60 സ്ക്വയർ ബൈ 4. ഓക്കെ, റൂട്ട് 3 ഇൻറ്റു 60 സ്ക്വയർ ബൈ 4. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? ഏരിയ കാണാൻ, ഏരിയ എന്ന് പറയുന്നത് a is equal to 60 സ്ക്വയർ. 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു 6 36. സോ 3600 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റൂട്ട് 3. ഓക്കെ, അപ്പോൾ 4 36ൽ എത്ര വർഷം പോവും? 9 ടൈംസ് പോവും. അപ്പോൾ ആൻസർ 900 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ സൈൻ ബോർഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 900 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 900 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. സോ ഒരു സൈഡ് എ ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും എ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? പെരിമീറ്റർ തന്നിട്ടുണ്ട് 180 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 60 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യണം. ഹെറോൺസ് ഫോർമുലയിൽ നമുക്ക് അറിയാത്ത ഒരു ടേം എന്ന് പറയുന്നത് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ്. സോ നമ്മൾ 3a/2 എന്ന് കൊടുത്തു. അതായത് പെരിമീറ്റർ 3a ആണ്. സോ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3a/2. ആ എസ്സിനെ നമ്മൾ ഈ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്തു. പിന്നെ ABC എന്ന് പറയുന്നത് ഇവിടെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ABC എന്ന് പറയുന്നത് എല്ലാതും എന്തായിരിക്കും? a എന്നുള്ളൊരു വേരിയബിൾ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. കാരണം സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. സോ എല്ലായിടത്തും a കൊടുത്തു. ദെൻ നമ്മൾ എസിൻ്റെ വാല്യൂ 3a/2 കൊടുത്തു. ദെൻ ആ 3a/2 മൈനസ് എനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തത് a/2 എന്നാണ്. സോ നമ്മളിവിടെ എല്ലാം a/2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് റൂട്ട് 3 ഇൻറ്റു a സ്ക്വയർ ബൈ 4 ആണ്. ദെൻ എക്ക് വാല്യൂ കൊടുത്തു 60 എന്ന്. അപ്പോൾ 60 സ്ക്വയർ ബൈ 4 ഇൻറ്റു റൂട്ട് 3 എന്ന് കിട്ടി. സോ ആൻസർ ഈസ് 900 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID കൊടുക്കുന്നുണ്ട്,
അതിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും വേദിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.